ഹലോ, വെൽക്കം ബാക്ക് ടു ടാരോ വിത്ത് അനില. പുതിയ മലയാള വർഷം തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഈ ഒരു വർഷത്തിൽ, ഈ വരും വർഷത്തിൽ നമുക്ക് എന്താണ് നമ്മളുടെ ലവ് ലൈഫ്, കരിയർ, ഫിനാൻസ്, പിന്നെ ജീവിതത്തിൽ മൊത്തത്തിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു പ്രഡിക്ഷനാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഓക്കെ, വേഗം തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഓവറോൾ എനർജിയാണ് അത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഈ വരുന്ന വർഷത്തിലേക്കുള്ള ഓവറോൾ എനർജി എന്താണ് എന്നുള്ളത് നോക്കാം. ലവേഴ്സ് കാർഡ്. അപ്പോൾ ലവ് ലൈഫിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി അതല്ല, ലവ് ലൈഫ് നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ലൈഫിൽ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, ചില ചോയ്സസ് നിങ്ങൾ എടുക്കുന്നു എന്നുള്ളൊരു മീനിങ് കൂടി ഈ കാർഡിനുണ്ട്. ലവ് ലൈഫിൽ നിങ്ങൾക്ക് നല്ലത് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്, ചില മേജർ ചോയ്സസ്, ചില തീരുമാനങ്ങൾ അത് ലവ് ലൈഫിൽ തന്നെ ആവണം എന്നില്ല, ഏത് ഏരിയയിലായാലും എടുക്കുന്നുണ്ട് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. എന്ത് എനർജിയാണ് ലൈഫിൽ നിന്ന് ഇപ്പോൾ അവസാനിച്ചു പോകുന്നത് നോക്കാം. 10 ഓഫ് കപ്സ്. ഇപ്പോൾ ഫാമിലി പരമായിട്ടുള്ള ഇഷ്യൂസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിപ്പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ചില ആളുകൾക്ക് ഇതൊരു യാത്ര കൂടിയാണ്. ഫാമിലിയെ വിട്ടിട്ട് ജോലി ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് മാറി താമസിക്കേണ്ടി വരുന്ന ഒരു എനർജി കൂടി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി എന്താണ് പുതിയതായിട്ട് ഈ വർഷത്തിൽ തുടങ്ങുന്നത് നോക്കാം. മൂൺ കാർഡാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് കൂടുതൽ സംസാരിക്കും ഈ ഒരു വർഷം. ഓക്കെ, മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ചെയ്യുക എന്നുള്ളതിലപ്പുറം നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് നിങ്ങൾ വില കൊടുക്കുന്ന ഒരു വർഷമായിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ചില ചോയ്സസ് നമ്മൾ എടുക്കുന്നുണ്ട്, അത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ തീരുമാനമായിരിക്കും, മറ്റുള്ളവർ ഫോഴ്സ് ചെയ്തിട്ടല്ല, അല്ലാതെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിച്ചുകൊണ്ട്, അവബോധത്തെ വിശ്വസിച്ചുകൊണ്ട് ലൈഫിൽ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് അവിടെ കാണാൻ പറ്റുന്നത്. ഇനി ഈ ഒരു വർഷം വരാൻ പോകുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്തായിരിക്കും എന്ന് നോക്കാം. 6 ഓഫ് കപ്സ്. പഴയ ആളുകളുമായിട്ട് കണക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം. നൊസ്റ്റാൾജിയ എന്നാണ് ഈ കാർഡിൻ്റെ ഒരു മീനിങ് ആയിട്ട് നമ്മൾ പറയുക. ചില കേസുകളിൽ ഇത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കൂടിയാണ്. പഴയ ആളുകൾ, നമ്മളുടെ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ആളുകളുമായിട്ട് റീകണക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ലൈഫിൽ എന്താ പറയുക, ഇതൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ലൈഫിൽ കൊണ്ടുവരാനായിട്ട് പഴയ ആളുകളുടെ തിരിച്ചുവരവ് വഴിയൊരുക്കും എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. എന്തോ ചലഞ്ചാണ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരിക എന്ന് നോക്കാം. കിങ് ഓഫ് വൺസ്. നിങ്ങളുടെ എന്താ പറയുക, ചിലപ്പോൾ ഒരു സീനിയർ ആയിട്ടുള്ള വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ചില എതിർപ്പുകൾ നിങ്ങൾക്ക് വന്നേക്കാം. എത്ര തന്നെ പറഞ്ഞാലും അങ്ങോട്ട് അംഗീകരിക്കാത്ത, ഫ്ലെക്സിബിൾ അല്ലാത്ത, വളരെ റിജിഡായിട്ടുള്ള, ഭയങ്കര ഉറച്ച മനസ്സുള്ള ചില ആളുകളുടെ കൺട്രോൾ നിങ്ങളുടെ മേൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള രീതിയിൽ സ്ട്രോങ് ആയി ഉറച്ചു നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ വാക്ക് കേൾക്കാതെ നിങ്ങൾ പെരുമാറാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതാണ് നമുക്കൊരു ചലഞ്ചായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് ലവ് ലൈഫിലേക്ക് വരാം. ലവ് ലൈഫിൽ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു വർഷം പ്രതീക്ഷിക്കാവുന്നതെന്ന് നോക്കാം. 6 ഓഫ് വൺസ്. ബ്യൂട്ടിഫുൾ എനർജി. ലവ് ലൈഫ്, നിങ്ങൾ ഒരു മാരേജിലൊക്കെ പോകുന്ന ഒരു എനർജി കാണാൻ പറ്റുന്നുണ്ട്. അതായത് അഫെയറിലിരിക്കുന്ന ആളുകൾക്ക് ഇതൊരു അച്ചീവ്മെൻറ്റിൻ്റെ സമയമാണ്. നിങ്ങളുടെ ബന്ധം വീട്ടുകാരും ബന്ധുക്കളുമൊക്കെ അംഗീകരിക്കുന്നു. അവരുടെ സമ്മതത്തോടു കൂടി ഒരു വിവാഹത്തിലേക്കൊക്കെ പോകാൻ സാധിക്കുന്ന ഒരു എനർജിയാണ് ലവ് ലൈഫിൽ കാണുന്നത്. ഇനി അതല്ല, കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോടുള്ള സെൽഫ് ലവ് വർദ്ധിക്കുന്നു. നിങ്ങളുടെ സ്വന്തം ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ള, വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സുകളിൽ നല്ല രീതിയിലുള്ള വിജയം കരസ്ഥമാക്കാനോ ഒക്കെ സാധിക്കുന്ന ഒരു എനർജിയാണ് 6 ഓഫ് വൺസ്. മറ്റുള്ളവരുടെ അംഗീകാരവും സ്നേഹവും അഭിനന്ദനവും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജിയാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ലവ് ലൈഫിൽ എന്താണ് വരുന്നത് നോക്കാം. ജസ്റ്റിസ് ആണ്. ഇപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ കമ്മിറ്റഡ് ആവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കമ്മിറ്റഡ് ആവാൻ സാധിക്കും. ഇനി ഇതല്ല, നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിനാണ് നിങ്ങളിപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള ഒരു എനർജിയാണ്. രണ്ടിലും ഒരു ബാലൻസ് ഉണ്ടായിരിക്കും. കമ്മിറ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും ലൈഫിലൊരു ബാലൻസിൽ പോകാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വർഷം സാധിക്കും എന്നുള്ളത് കാണുന്നുണ്ട്. കമ്മിറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ലവ് ലൈഫിനെ കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ എന്താണ് അറിയേണ്ടത്. 7 ഓഫ് വൺസ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, മേജറായിട്ടുള്ള ചില ചോയ്സസ് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരാളുടെ കൺട്രോളിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിലുള്ള 7 ഓഫ് വൺസ് ആണ്. വലിയ പ്രശ്നമുള്ള കാര്യമല്ല, എങ്കിലും ഒരു
ചില എതിർപ്പുകളൊക്കെ നേരിടേണ്ടി വരുന്നത് കൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ കുറച്ച് നാൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ലവ് ലൈഫിൽ. പക്ഷേ ഫൈനലി നിങ്ങൾ തന്നെയായിരിക്കും ഇവിടെ ചോയ്സ് എടുക്കാൻ പോകും. തീരുമാനം എടുത്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനൊരു തീരുമാനവും കൂടി ഈ വരുന്ന വർഷം ഉണ്ടാകും ലവ് ലൈഫിൽ എന്നാണ് കാണുന്നത്. ഓക്കെ, ഇനി ലവ് ലൈഫിൽ എന്ത് ലെസനാണ് നിങ്ങൾക്ക് ഈ ഒരു വർഷം പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ടവർ കാർഡാണ് മാറ്റങ്ങളെ അംഗീകരിക്കുക എന്നുള്ള ഒരു ലെസൺ നിങ്ങൾ പഠിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലവ് ലൈഫിൽ കാര്യമായിട്ട് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്നാണ് കേട്ടോ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ടവർ കാർഡിന് 2 മീനിങ് പറയാം. ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നു, അതല്ല എങ്കിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ പെട്ടെന്ന് ഔട്ട് ഓഫ് നോവെയർ കാര്യങ്ങൾ ശരിയായിട്ട് വരുന്ന ഒരു എനർജിയും നമുക്കിവിടെ പറയാവുന്നതാണ്. ഈ ടവർ കാർഡിന് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് വ്യത്യാസം വരും കേട്ടോ. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നത് കൂടുതലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. കാരണം നമുക്കിവിടെ ഒരു 6 ഓഫ് wands വന്നിട്ടുള്ളത് കൊണ്ട് ഈ ടവർ കാർഡ് മിക്കവാറും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടായിരിക്കും വരുന്നതെന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഇനി കരിയർ ആൻഡ് മണി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താ വരുന്നത് നോക്കാം. ആദ്യം നമുക്ക് കരിയർ എനർജി ചെക്ക് ചെയ്യാം. കിങ് ഓഫ് കപ്സ്, മനസ്സമാധാനം ഉണ്ടാവും. നിങ്ങൾക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് വർദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും. നിങ്ങൾ എങ്ങനെ കാര്യങ്ങളെ ഇമോഷണലായി വൈകാരികമായിട്ട് സമീപിക്കണം, എങ്ങനെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം, കാര്യങ്ങളെ ഇമോഷണലി എവിടെ നിർത്തണം എന്നുള്ള ഒരു കൃത്യമായ ബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇനി മണി എനർജി എങ്ങനെ പോകുന്നു നോക്കാം. 6 ഓഫ് പെൻറ്റക്കിൾസ്, കുഴപ്പമില്ല കേട്ടോ. വരവും ചിലവും ഒക്കെ ഏകദേശം തുല്യമായിട്ട് പോകും. വലിയ സാമ്പത്തിക ബാധ്യതയൊന്നും ഈ വർഷം ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. കടങ്ങളൊക്കെ കൊടുത്ത് തീർക്കാനായിട്ട് സാധിക്കുന്ന ഒരു എനർജിയാണ്. 6 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരു പോക്ക് വരവ് ഒരു ഫെയർ ആയിട്ട് തന്നെ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യത്തിൽ പേടിക്കാനില്ല. ഇനി കരിയറിൽ എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് പ്രതീക്ഷിക്കാവുന്നത് നോക്കാം. 9 ഓഫ് കപ്സ് നോക്കൂ. നമുക്കിത് രണ്ടും വളരെ തമ്മിൽ സിമിലർ ആയിട്ടുള്ള മീനിങ്ങാണ് വന്നിട്ടുള്ളത്. മനസ്സമാധാനമാണ് നിങ്ങളുടെ കരിയറിൽ വരുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കരിയറിലേക്ക് മാറാനോ അല്ലെങ്കിൽ സൈഡായിട്ട് പുതിയ കാര്യങ്ങൾ തുടങ്ങാനോ മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് കരിയറിൽ കിട്ടുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ഇനി പിന്നെ നമുക്ക് ഒരു കരിയറിലേക്കുള്ള അഡ്വൈസ് എന്താണ് എന്ന് നോക്കാം. നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഇനി അഡ്വൈസ് എന്താണ്, യൂണിവേഴ്സ് എന്താണ് അതിനെക്കുറിച്ച് അഡ്വൈസ് തരുന്നത് നോക്കാം. സൺ കാർഡ്. അപ്പോൾ കരിയറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല. സൺ കാർഡാണ്, ഹീലിങ്ങിൻ്റെ കാർഡാണ്. നമുക്കിതുമായിട്ട് ചേർത്ത് വായിക്കാവുന്നതാണ്. നല്ല എനർജി തന്നെയാണ് കേട്ടോ കരിയറിൽ വരുന്നത്. ഗ്രേറ്റ്. ഇനി മണിയുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്ന് നോക്കാം. ക്വീൻ ഓഫ് വാൻഡ്സ്, കുറച്ചൊന്ന് സ്ട്രിക്റ്റായിട്ട് തന്നെ നിൽക്കുക. മണിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാവരുടെ എല്ലാം പറയാതിരിക്കുക. മൊത്തത്തിൽ ഒരു കുറച്ചൊന്ന് കോഷ്യസ് ആയിരിക്കുക എന്നുള്ളതാണ്. പൊതുവേ നമുക്ക് മണി എനർജി കുഴപ്പമില്ലാത്ത എനർജിയാണ് വന്നിട്ടുള്ളത്. എന്നാൽ തന്നെ നിങ്ങളുടെ കൺട്രോൾ ഉണ്ടായിരിക്കണം അവിടെ. അമിതമായിട്ട് പെട്ടെന്നുള്ളൊരു ഇമ്പൾസീവ് ബൈയിങ്, പെട്ടെന്ന് എന്തെങ്കിലും കാണുമ്പോൾ വാങ്ങിക്കാൻ തോന്നുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ട ഒരു സമയമാണ്. വലിയ കുഴപ്പമില്ലാതെ പോകും, എങ്കിലും നിങ്ങളുടെ കൺട്രോൾ അവിടെ വേണം എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ഇനി ഓവറോളായിട്ട് നമുക്ക് ഒരു 3-4 കാർഡ് കൂടി എടുത്ത് നോക്കാം. ഈ ഒരു വർഷത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻറ്റ് എന്തായിരിക്കും നോക്കാം. കിങ് ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. ഓക്കെ, ഏത് മേഖലയിലായാലും നിങ്ങളുടെ തീരുമാനം വളരെ ഷാർപ്പായിട്ട് നടത്തിയെടുക്കാനുള്ള ഒരു ആർജവം നിങ്ങൾക്കുണ്ടായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ലീഡ് ചെയ്യും. അതാണ് നിങ്ങൾക്ക് ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻ്റ് ആയിട്ട് വരാൻ പോകുന്നത്. കരിയറിലായാലും ലവ് ലൈഫിലായാലും നിങ്ങൾക്ക് ഒരു പിടിപ്പുണ്ടായിരിക്കും കാര്യങ്ങളുടെ മേൽ എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. എന്ത് എനർജിയാണ് നിങ്ങളിപ്പോൾ റിലീസ് ചെയ്യേണ്ടത് നോക്കാം. 2 കാർഡ്സ് വന്നിട്ടുണ്ട്. ഈ 2 എനർജി നിങ്ങൾ റിലീസ് ചെയ്യേണ്ടതാണ്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ഏസ് ഓഫ് വാൻഡ്സ്. എടുത്തുചാട്ടം, വാശി ഒക്കെ ഒന്ന് കുറച്ചൊന്ന് ഒഴിവാക്കുക. നമുക്കിവിടെ എന്താ പറയുക, ഒരു നാണയത്തിൻ്റെ 2 വശം എന്ന് പറയുന്നത് പോലെ കിങ് ഓഫ് വാൻഡ്സും ഏസ് ഓഫ് വാൻഡ്സും വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ലീഡ് ചെയ്യാൻ സാധിക്കും. അറ്റ് ദ സെയിം ടൈം ബാക്കി ആരുടെയും വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ ഒരു കണ്ണടച്ച കുതിരയെ പോലെ ഓടിപ്പോകുന്നത് അത്ര നന്നാവില്ല എന്ന ഒരു എനർജി വരുന്നുണ്ട്.
അതായത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് ആവശ്യമില്ലാത്ത നിങ്ങൾ തട്ടിക്കളയൂ. പക്ഷെ നമ്മളുടെ നന്മ ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ചുറ്റിനും ഉണ്ടാവുമല്ലോ, അവരുടെ വാക്കുകൾക്ക് കുറച്ചൊരു വില കൊടുക്കാനായിട്ട് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് മണിയുടെ കാര്യത്തിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. പൈസയുടെ വരവ് എന്താ പറയുക, കുറച്ച് സ്ലോ ആവാനുള്ള സാധ്യതയുണ്ട് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. പക്ഷേ വലിയ പ്രശ്നത്തിലേക്ക് പോവില്ല. എന്നാൽ തന്നെ മണിയുടെ കാര്യത്തിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. എന്ത് എനർജിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ എംബ്രേസ് ചെയ്യേണ്ടത്, എന്ത് എനർജിയാണ് നിങ്ങൾ കൂടുതലായിട്ട് ലൈഫിൽ ക്യാരക്ടറിൽ കൊണ്ടുവരേണ്ടതെന്ന് നോക്കാം. കിങ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ നിങ്ങൾ താങ്ക്ഫുൾ ആവുക. ലൈഫിൽ എന്തൊക്കെയോ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്, അത് കാണുക, അത് മനസ്സിലാക്കുക, അതിനെ അംഗീകരിക്കുക. ഇതാണ് അബണ്ടൻസ് കൂടുതൽ കൊണ്ടുവരാനുള്ള വഴി എന്നുള്ളതാണ് കാണുന്നത്. ഈ ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ മാറേണ്ടത്. നിങ്ങളുടെ ലൈഫിലുള്ള നന്മകളെ കാണുക, അംഗീകരിക്കുക. ഇതാണ് കൂടുതൽ നന്മകൾ ലൈഫിലേക്ക് കൊണ്ടുവരാനുള്ള വഴി. എന്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നത് നോക്കാം. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ എന്ത് സംഭവമായിരിക്കും വരാൻ പോകുന്നത് നോക്കാം. 10 of Wands. അപ്പോൾ നമ്മൾ കരിയറിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരുന്നു, നമുക്ക് മനസ്സമാധാനം വരുന്നുണ്ട്. അപ്പോൾ അതിനൊപ്പം കുറച്ച് റെസ്പോൺസിബിലിറ്റികളും വരുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഓടി വരുന്നതായിരിക്കാം. പക്ഷേ സംഹൗ നിങ്ങൾക്കതിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഓവറോളായിട്ട് യൂണിവേഴ്സിൻ്റെ അഡ്വൈസ് എന്താണെന്ന് നോക്കാം. ഈ ഒരു വർഷത്തിൽ മൊത്തത്തിൽ എന്താണ് യൂണിവേഴ്സിൻ്റെ അഡ്വൈസ്. വീണ്ടും നമുക്ക് 2 കാർഡ്സ് വന്നിട്ടുണ്ട്. 5 of Cups ആൻഡ് മജീഷ്യനാണ് വന്നിട്ടുള്ളത്. ഇതൊരു നിങ്ങളുടെ അവസരങ്ങൾ, നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അവസരങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കാതെ നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ ലൈഫിൽ ബാക്കി നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകാനാണ് പറയുന്നത്. മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസുകൾ നിങ്ങൾക്ക് ചെയ്യാം. കാരണം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എനർജി ഹൈ ആയിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യൂ. നഷ്ടപ്പെട്ടു പോയത് അതൊരു ഡിവൈൻ ലോസ് ആയിട്ട് കരുതിയാൽ മതി. ദൈവമായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുള്ളതാണ് ചില കാര്യങ്ങൾ. അതിന് ഒരു എന്താ പറയുക, ഭാവിയിൽ അതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ടാകും. എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ നഷ്ടം സംഭവിച്ചു എന്നുള്ളതിന് ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടും. ഇപ്പോഴല്ല, പിന്നീട്. ആ ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക. അത് നടക്കും എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഓവറോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ റീഡിങ് വരുന്നത്. നമുക്കിന്നത്തെ കമൻറ്റ് ചെയ്യേണ്ട വാക്കെന്ന് പറയുന്നത് ന്യൂ എന്നുള്ളതാണ്. പുതിയ വർഷമാണല്ലോ, അതുകൊണ്ട് നമുക്ക് ന്യൂ എന്നുള്ള വാക്ക് കമൻറ്റ് ചെയ്യാം. NEW. എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു.